الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ മുഅ്മിനൂനിലെ 18ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വസ്തുക്കളെയും വലിയ ദൃഷ്ടാന്തങ്ങളായിട്ട് എടുത്തു പറയണം. പ്രപഞ്ചത്തിൽ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പല വസ്തുക്കളും അത് വലിയ ദൃഷ്ടാന്തമായിട്ട് അപ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ടത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യുക. അതാണിപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ താല്പര്യം, അതാണ് നമ്മുടെ ലക്ഷ്യവും, അതാണ്. ദിനേന നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം മണ്ണ് നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. ആ മണ്ണിനെ അല്ലാഹു തആല ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് എടുത്ത് പറയുകയാണ്. അതൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാണ്ട്. ഇതുപോലെ വെയിൽ, സൂര്യൻ, പലതും നമ്മൾ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു, എന്നിട്ട് ഭൂമിയിൽ അതിനെ അവൻ ഇറക്കുന്നു. ഇനി അത് കൊണ്ടുപോകാൻ, ആ വെള്ളം വറ്റിച്ചു കളയാൻ, അത് ഇല്ലാതെയാക്കാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു. അപ്പോൾ ഈ പഠനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മഴ എന്ന ദൃഷ്ടാന്തത്തെ അല്ലാഹു തആല എന്തെല്ലാം പാഠങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചാ പറഞ്ഞത്, അതാണിപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ നമ്മൾ ഒന്ന് പറഞ്ഞു അല്ലേ? നമ്മളെ നോട്ട് പുസ്തകത്തിൽ നമ്മൾ എഴുതിയതിൽ നമ്മൾ എഴുതി. ഒന്നാമത്തെ എന്തേ പറഞ്ഞത്? അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതാണ് അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് ഒരുപാട് ആയത്തുകൾ വായിച്ചു, ഒരുപാട് ആയത്തുകൾ നമ്മൾ അതിലേക്ക് ഓതി. ആ ആയത്തുകളിൽ അള്ളാഹു മഴയെക്കുറിച്ച് പറയുന്നു. അപ്പം മഴ മനുഷ്യൻ അനുഭവിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ മഴ നൽകുന്ന ഒരാളുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ മഴ നൽകുന്നവനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ മഴ നൽകുന്നവനെ തിരിച്ചറിഞ്ഞാൽ, ആ മഴ നൽകുന്നവനെ പറ്റി മനസ്സിലാക്കിയാൽ
പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇബാദത്ത് അവന് മാത്രം ചെയ്യാന്നുള്ളതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം എഴുതിക്കോളൂ. രണ്ടാമത്തെ കാര്യം, അള്ളാഹു അവന്റെ സൃഷ്ടി വൈഭവത്തെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവന്റെ സൃഷ്ടി വൈഭവത്തെ ഓർമ്മപ്പെടുത്തുന്നു. അതിലൂടെ അവന്റെ മഹത്വത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അതിലൂടെ അവന്റെ മഹത്വത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ പാഠം അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതാണെങ്കിൽ, രണ്ടാമത്തേത് അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു സൃഷ്ടാവാണ്. അള്ളാഹു സൃഷ്ടാവാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഖാലിഖാണ് അള്ളാഹു എന്നതിനെ എങ്ങനെ ഉൾക്കൊള്ളണം? അള്ളാഹു സൃഷ്ടാവാണ് എന്നതിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളേണ്ടത്? ഇത് അള്ളാഹുവിനെ പറ്റിയുള്ള പഠനമാകുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്യണം. അള്ളാഹു ഖാലിഖാണ് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളടക്കം സമ്മതിച്ച സംഗതിയാണ്. അള്ളാഹു ഖാലിഖാണെന്ന്. സൃഷ്ടാവാരാണ് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളടക്കം സമ്മതിച്ചു. മൻ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഖാലിഖ് ആരാന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ്വാണെന്ന്. ആകാശത്ത് നിന്ന് മഴ ഇറക്കുന്നവൻ ആരാണ്? മൻ നസല മിനസ് സമാ എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ്വാണ്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ മൻ സഖറ ശംസ വൽ ഖമർ എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ്വാണ്. അപ്പൊ ഖാലിഖ് അള്ളാഹു ആണ് എന്നത് ഒരു വലിയ അള്ളാഹിനെ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ്. എങ്കിൽ എങ്ങനെയാണ് അള്ളാഹു ഖാലിഖാണെന്ന് മനസ്സിലാവുക? അവന്റെ സൃഷ്ടി വൈഭവത്തെ ശരിക്ക് തിരിച്ചറിയുമ്പോഴാണ്. സൃഷ്ടി വൈഭവം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ സൃഷ്ടി വൈഭവം എന്ന് പറഞ്ഞാൽ? സൃഷ്ടിച്ചതിന് ന്യൂനതകളില്ലാന്ന്. നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കിയ ഏതൊരു വസ്തുവും ന്യൂനതകൾ ഉണ്ടാവും. മനുഷ്യൻ ഒരിക്കലും ഒന്നിൻ്റെ ഖാലിഖല്ല. നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, മനുഷ്യൻ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്ത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. മനുഷ്യൻ എന്താക്കിയിട്ടുള്ളൂ? ഇവിടെയുള്ള വസ്തുക്കളെ കണ്ടുപിടിച്ചു. അതൊരു സാധനം അവിടെ ഉണ്ട്, സാധനം ഇവിടെ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കിയതാരാണ്? അള്ളാഹുവാണ്. അത് കണ്ടുപിടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെയും ഇവിടെയൊക്കെ ചേർത്ത് എടുത്ത് വെച്ചപ്പം അതെന്താ ഒരു വസ്തുവായി മാറി. അപ്പം അള്ളാഹു മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് ആര്? അള്ളാഹു. മനുഷ്യൻ ഉണ്ടാക്കുന്ന എന്തിനും ഒരു മുൻ മാതൃക ഇല്ലാതെ ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് അള്ളാഹു ഖാലിഖ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആകാശഭൂമികളെ ഖാലിഖാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ബദീഅ ആണ് എന്നാണ് എൻ്റെ അർത്ഥം. എന്താണ്? ബദീഉസ് സമാവാതി വൽ അർദ്. ഖാലിഖു സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞാൽ ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചു. അതിന്റെ വേറൊരു വാക്കാണ് ഫാത്തിറസ് സമാവാതി വൽ അർദ്. എന്താണ്? ഫാത്തിറസ് സമാവാതി വൽ അർദ്. ഫാത്തിർ എന്നതും ബദീഅ എന്നതും ഒക്കെ ഖാലിഖ് എന്ന വാക്കിന്റെ മുത്തറാദിഫാണ്, പര്യായ പദങ്ങളാണ്. അപ്പൊ ഈ ഖാലിഖ് എന്ന് പറയുന്നത് മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ, മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. അതാണ് ബദീഉം ഫാത്തിറും ഒക്കെ അള്ളാഹു ആണെന്ന് പറയാൻ കാരണം. ഇനി അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം സൂറത്ത് മുൽക്കിന്റെ ആദ്യ ഭാഗത്ത് അവ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ ആകാശത്തെയും ഭൂമിയൊക്കെ നോക്കി ഒന്നും കൂടി നിങ്ങൾ ഒന്നും കൂടി മടക്കി നോക്കി, എന്നിട്ട് ഹൽ തറാമിൻ ഫുത്തൂർ, വല്ല വിടവും കാണുന്നുണ്ടോ? തഫാവുത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നുണ്ടോ? ഫർജിഇൽ ബസർ, ഒന്നും കൂടി ഇങ്ങനെ മടക്കി നോക്കി എന്നൊക്കെ കാണാം. അതെന്താണ് പറഞ്ഞത്? സൃഷ്ടി വൈഭവമാണ് റബ്ബിന്റെ. ഖാലിഖ് അള്ളാഹു സൃഷ്ടിക്കുന്ന പോലെ ഒരാൾക്കും സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പം മഴ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം റബ്ബിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. അതിലൂടെ അള്ളാഹുവിന്റെ മഹത്വം എന്താണ് എന്ന് തിരിച്ചറിയാം. അതിലേക്ക് കുറേ ആയത്തുകളുണ്ട്.
ഞാൻ ഒരായത്ത് മാത്രം നിങ്ങളെ കേൾപ്പിക്കാം. 31-ാം അധ്യായം 31. സൂറത്തിലെ 1 മുതൽ 11 വരെയുള്ള ആയത്ത്. ആദ്യത്തെ ഓതിക്കൊള്ളു. ഇനി 1-ാമത്തെ ആയത്ത് മുതൽ ഓതാം. 1 മുതൽ. എന്താ സൂറത്ത് ലുക്മാന്റെ പ്രത്യേകത? ഒരു പ്രവാചകനല്ല ലുക്മാൻ. എന്നിട്ടും അല്ലാഹു തആല ഖുർആനിൽ ഒരു ലുക്മാനുൽ ഹക്കീം എന്നാ പറയാ. ഹക്കീം എന്ന് പറഞ്ഞാൽ അഗാധമായ ജ്ഞാനമുള്ളവനാണ്. അപ്പോൾ ഒരു പ്രവാചകന്മാരെ പേര് ഖുർആനിൽ പറഞ്ഞു. ആ പ്രവാചകന്മാരുടെ പേരിൽ സൂറത്തുണ്ട്. പ്രവാചകനല്ലാത്ത ഒരു വ്യക്തിയുടെ പേരിൽ പരിശുദ്ധ ഖുർആനിലൊരു സൂറത്താണിത്. അപ്പം ഈ സൂറത്തിനൊരു പ്രത്യേകത, ചെറിയ കുട്ടികൾക്ക്
ചെറിയ കുട്ടികൾക്ക് കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ, ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പോലെ അള്ളാഹു ഈ സൂറത്തിൽ കാര്യങ്ങൾ പറയുന്നു എന്നതാണ്. അത് ഈ സൂറത്തുൽ ലുഖ്മാൻ്റെ ഇപ്പം നമ്മൾ ഓതി വെച്ച ആയത്തിന് ശേഷമുള്ള ആയത്തുകളാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസിയത്ത്. അത് 13 മുതലുള്ള, നമ്മളിനി വായിക്കാൻ പോകുന്ന 12 മുതലുള്ള ആയത്തുകളാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസിയത്ത്. അതിന് മുമ്പുള്ള ഈ 11 ആയത്തും അതിൻ്റെ രാമുഖമാണ്. ഇനി അതിന് ശേഷമുള്ളത് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് ശരിക്ക് ആ സൂറത്ത് ശരിക്കും അങ്ങനെ തന്നെ പറയുന്നതായിട്ട് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അത് ചെറിയ കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ വരെ അള്ളാഹു തആല ഈ സൂറത്തിൽ പറയുന്നു എന്നതാണ്. അതേപോലെ ഗഹനമായ കാര്യങ്ങളെ തന്നെ അള്ളാഹു വളരെ ലളിതമാക്കി ചെറിയ കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് പോലെ മനുഷ്യന് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്? മഴ അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ആ മഴക്ക് അള്ളാഹു ചില പാഠങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, രണ്ടാമത്തതാണ് ഇപ്പോൾ പറയണത്. രണ്ടാമത്തെ കാര്യം പോയിന്റ് എഴുതിയത് എന്താണ്? സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും അതിലൂടെ അള്ളാഹിൻ്റെ മഹത്വം എന്താണെന്ന് പറയുകയും ചെയ്യാം. സൃഷ്ടി വൈഭവം. അപ്പോൾ അതിൻ്റെ ആ സൃഷ്ടിപ്പിൽ യാതൊരു രൂപത്തിലുമുള്ള ഏറ്റക്കുറച്ചിലുകളോ കുറവുകളോ ന്യൂനതകളോ ഇല്ല. അതാണ് അള്ളാഹു ഖാലിഖാണ് എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടായിരിക്കണം നമ്മൾ അള്ളാഹു ഖാലിഖാണ് എന്ന് പറയേണ്ടത്. ശരി, ഞാൻ ഈ സൂറത്തിലേക്ക് വരാം. ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ നിങ്ങൾ നോക്കി. എന്താണ് അലിഫ്ലാമീം എന്ന് പറഞ്ഞാൽ? എന്താണ് അലിഫ്ലാമീം? എല്ലാവർക്കും അറിയാലോ. എന്താണ് അലിഫ്ലാമീം എന്ന വാക്കിൻ്റെ അർത്ഥം? അത് ഹുറൂഫുൽ മുഖത്തഅയാണ് എന്ന് പറഞ്ഞാൽ ഹർഫാണ്, ഒരായത്തല്ല, വാക്കൊന്നുമല്ല, പരസ്പരം ബന്ധമില്ലാത്ത ഹർഫുകളാണ്. ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് അതിന് പറയുക. ലാ യഅലമു മുറാദുഹു ഇല്ലല്ലാഹ്. അള്ളാഹ്ക്കല്ല അതിന് മുറാദ് അറിയില്ല. ശരി, തിൽക ആയാത്തുൽ കിതാബിൽ ഹകീം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഖുർആൻ നമ്മൾ വായിക്കുന്ന ഈ സൂറത്ത്, ഈ ഖുർആൻ അത് ചില വചനങ്ങളാണ്, ആയാത്തുകളാണ്. ഏതിലെ വചനങ്ങളാണ്? അൽ കിതാബിൽ ഹകീം, ഹക്കീമായ കിതാബിലെ ആയാത്തുകളാണ്. എന്താ ഹക്കീം എന്ന് പറഞ്ഞാൽ? യാസീൻ വൽ ഖുർആനിൽ ഹക്കീം. അതിൻ്റെ തദബ്ബുർ അതന്നെയാണ്. എന്താണ് ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞാൽ? ഖുർആനിൽ ഹക്കീമാണ് കിതാബുൽ ഹക്കീം. അൽ കിതാബുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ അൽ ഖുർആനിൽ ഹക്കീം. അവിടെ എന്താണ് ഹക്കീം എന്ന് പറഞ്ഞാൽ? നമ്മളത് വിശദീകരിച്ചതാണ്. ഹക്കീമായ തത്വസമ്പൂർണമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആശയങ്ങളെ നൽകുന്ന, ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഖുർആൻ തന്നെയാണ് സത്യം. അതാണ് യാസീൻ വൽ ഖുർആനിൽ. അതന്നെയാണ് അൽ കിതാബുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ. തത്വസമ്പൂർണമായ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും ആവശ്യമായ ഒരുപാട് ആശയങ്ങളെ, തത്വങ്ങളെ പറയുന്നു ഈ സൂറത്തിന് തുടക്കം തന്നെ കിതാബുൽ ഹക്കീം. എന്നിട്ട് ഈ സൂറത്തിൽ പറയുന്ന ലുക്മാൻ, ആ ലുക്മാനിന് ഹിക്മത്ത് കൊടുത്തു എന്നാ പറയണത്. എന്താണ്? വലക്കത് ആത്തൈന ലുക്മാനൽ ഹിക്മത്ത. ലുക്മാനിന് ഹിക്മത്ത് കൊടുത്ത ഒരാളാണ് ഹാക്കിം. എന്താണ്? ആലിമും ഹാക്കിമും തമ്മിലെ വ്യത്യാസം എന്താ? ആലിമും ഹാക്കിമും തമ്മിലെ വ്യത്യാസം എന്താ? ആലിം എന്ന് പറഞ്ഞാൽ കാര്യത്തെക്കുറിച്ച് അറിവുള്ള ഒരാൾ, അയാൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഹാക്കിം എന്ന് പറഞ്ഞാൽ ആ അറിയുന്ന കാര്യത്തെ പ്രയോഗത്തിൽ വരുത്തി അനുഭവജ്ഞാനമുള്ള ഒരാൾക്കാണ് എന്ത് പറയാ? ഹാക്കിം എന്ന് പറയാം, അല്ലെങ്കിൽ ഹക്കീം എന്നും പറയും. അത് ഹക്കീം എന്ന് പറഞ്ഞതാണ്. ആലിം ഹക്കീം നമ്മൾ രണ്ടു വേണമെങ്കിൽ പണ്ഡിതന് ഒറ്റവാക്കിൽ അർത്ഥം പറയാം, അറിവുള്ളവൻ. ഹിക്മത്ത് അറിയുന്നവൻ എന്നതാണ്. അതായത് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം കുറേ ആശയങ്ങളെ അനുഭവത്തിലൂടെ പഠിച്ചു മനസ്സിലാക്കി അത് പ്രയോഗത്തിൽ കൊണ്ടുവന്ന് അതിൽ അനുഭവജ്ഞാനമുള്ള വ്യക്തിയാണ്. ഒരു ആലിമിന് അനുഭവജ്ഞാനം ഉണ്ടാവണമെന്നില്ല. അയാൾ കുറേ ആളെ ഗ്രന്ഥങ്ങൾ നോക്കി വായിച്ചു പഠിച്ചു, പരീക്ഷ എഴുതി റാങ്ക് കിട്ടി, അയാൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ അനുഭവത്തിലൂടെ ഈ കാര്യങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവന്ന് അനുഭവജ്ഞാനമുള്ള ഒരാളാണ് ഹാക്കിം എന്ന് പറയുന്നത്. ഈ കിതാബ് ഒരാൾ ഹാക്കിമാകാൻ പറ്റിയ ഗ്രന്ഥമാണ്. നമ്മളൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലിമന്നല്ല. ഖുറാനെ സംബന്ധിച്ചിടത്തോളം ആലിമും അല്ല ഹാക്കിമും അല്ല.
നമ്മുടെ ഒക്കെ ഒരു അവസ്ഥ അതാണ്. എന്നാൽ ഖുർആൻ നൽകുന്നത് ശരിക്കും ഒരാൾക്ക് ഇൽമ് മാത്രമല്ല, ഹിക്മത്ത് കൂടിയാണ്. അപ്പം നിങ്ങൾ നോക്കി, പിന്നെ നബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. നബിക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത്. നബി ഒരു കിതാബ് പഠിച്ചങ്ങാണ്ട് പിന്നെ കിതാബ് അങ്ങനെ ഓതി പറയുന്ന ഒരാളായിരുന്നില്ല. നബി അത് പ്രയോഗത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. അതാണ് നബിക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ സമൂഹത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുന്ന അനുഭവജ്ഞാനമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തിട്ടാണ് റസൂൽ മരണപ്പെട്ടു പോയത്. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു ഗ്രന്ഥത്തിനും ലോകത്ത് അവകാശപ്പെടാൻ പറ്റൂല. അതുകൊണ്ടാണ് മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിൻ്റെ 100 ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് പോലും മുഹമ്മദ് നബി 1-ാം സ്ഥാനത്ത് പറഞ്ഞു. ഈസാ നബി പോലും ക്രിസ്ത്യാനിയായ ആൾക്ക് ഈസാ നബി പോലും 4-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് പറയാനുള്ള കാരണം അതാണ്. അദ്ദേഹം പറഞ്ഞത് അതാണ്. കാരണം അങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കണം. ആയാത്തുൽ കിതാബിൽ ഹക്കീം എന്ന് പറഞ്ഞതാണ്. ഈ ഗ്രന്ഥം അതാണ്, ഹിക്മത്ത് നൽകുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഖുർആനിലെ ഇത് പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ്. നമ്മളെപ്പോഴും നമ്മളെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് മക്കളെ ശ്രദ്ധിക്കണേ, മക്കളെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞു, പഠിപ്പിച്ചു പഠിച്ചാൽ മാത്രം പോരാ. ആ മക്കളെ വളർത്തി അതിൽ നിന്ന് റിസൾട്ട് കിട്ടണം, അനുഭവിക്കണം. മനസ്സിലായണ്ട? അനുഭവിക്കണം. നല്ല ബറക്കത്തുള്ള ഒരു കച്ചവടം പഠിപ്പിച്ചു തന്നു, അത് പഠിച്ചാൽ മാത്രം പോരാ. കിതാബുൽ ബൈഅ് പഠിച്ചാൽ മാത്രം പോരാ. എന്ത് വേണം? അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു നല്ല ഭാര്യ, ഒരു നല്ല ഭർത്താവ് പ്രസംഗം കേൾക്കുകയോ ആയത്തും ഹദീസും കേൾക്കുകയോ ചെയ്യല്ല, മറിച്ച് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണം. ഒരു നല്ല ഭാര്യയെ നമുക്ക് കിട്ടണം, അനുഭവത്തിൽ കിട്ടണം. നമ്മളൊരു നല്ല ഭർത്താവായിട്ട് മാറണം, നമ്മളെ ഭാര്യയ്ക്ക് അനുഭവപ്പെടണം. മനസ്സിലായിട്ട് പറഞ്ഞ് ഇവിടെയാണ് ഹിക്മത്ത് നിൽക്കുന്നത്. അത് അനുഭവപ്പെടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ റളിയല്ലാഹു തആല അൻഹ വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഫാത്തിമ ബീവിൻ്റെ കവിളിൽ തലോടിയിട്ട് പറഞ്ഞൊരു കാര്യം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. പറഞ്ഞു, മോളെ, നീ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, നീ കഷ്ടപ്പെടേണ്ടി വരും, വിശപ്പ് സഹിക്കേണ്ടി വരും. പക്ഷേ വാപ്പൊരു ഉറപ്പ് തരാം, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, ദാരിദ്ര്യം ഉണ്ടാകും. അലിപ്പാവമാണ്, ദരിദ്രനാണ്. ആരാ പറഞ്ഞേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ഫാത്തിമ ബീവിനോട് പറഞ്ഞു, ഫാത്തിമ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അലി, എൻ്റെ കരളാണ് എൻ്റെ മകൾ, നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്, കണ്ണ് നിറപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്, അവളെ നീ കൈവിടരുത്. ഇത് ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അതാണ്ട് കാണിച്ചു കൊടുത്ത്, പഠിപ്പിച്ചു കൊടുത്ത്, അനുഭവിച്ചു റസൂലിൻ്റെ ജീവിതത്തിൽ. അതിലൂടെ ഉണ്ടായ മക്കളും ആ കുടുംബജീവിതം മുഴുവനും. അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. പ്രയോഗത്തിൽ വരുത്തി കാണിച്ചു തരിക എന്നുള്ളതാണ്. അപ്പൊ ഈ ഗ്രന്ഥം അതാണ്, കിതാബുൽ ഹക്കീമാണ്. ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ. ഇത് ഹുദയാണ്, മാർഗദർശനമാണ്, കാരുണ്യമാണ്. ആർക്ക്? ലിൽ മുഹ്സിനീൻ. ആരാ മുഹ്സിൻ? ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ വാക്കും ശ്രദ്ധിക്കണം, ഇസ്തിമായി ചെയ്യണം. ഖുർആനാണ്, ഒരു വാക്കുപോലും അശ്രദ്ധമാകരുത്, ഇസ്തിമായി ചെയ്യണം. ഖുർആൻ ഹുദയാണ്. എന്താ ഹുദ? മാർഗദർശനമാണ്. റഹ്മത്ത് കാരുണ്യമാണ്. ആർക്ക്? ആരാ മുസ്ലിം? ഒറ്റ വാക്കിൽ പറയാം, ഒന്നുകൂടി പറയും. മുസ്ലിം ആരാ?
അല്ല, ഒന്നും കൂടി മുസ്ലിം ഖുർആൻ പഠിതാവെന്ന് ഒറ്റ വാക്കിൽ പറയാം, നന്മ ചെയ്യുന്നവെന്ന് ഒറ്റ വാക്കിൽ പറയാം. ഒന്നും കൂടി ഉണ്ടല്ലോ എൻ്റെ മേലെ. അവിടെയാണ് നമ്മൾ പഠിക്കണം. ഈമാനും കേട്ടേ, ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഒരൊറ്റ ദർസിൽ ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഈമാൻ കാര്യങ്ങൾ നമുക്കറിയാം, ഇസ്ലാം കാര്യങ്ങളും അറിയാം. ആ കൂട്ടത്തിൽ പഠിപ്പിച്ചതാണ് ഇഹ്സാൻ കാര്യങ്ങൾ. ഇഹ്സാൻ എന്താണ്? ഇഹ്സാൻ ചെയ്യുന്നവനാണ് മുസ്ലിം. ഈമാൻ കാര്യങ്ങൾ വിശ്വാസമുള്ളവനാണ് മുഅ്മിൻ. ഇസ്ലാം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവനാണ് മുസ്ലിം. ഇഹ്സാൻ ചെയ്യുന്നവനാണ് ആര്? മുസ്ലിം. മുസ്ലിം. ആ മുസ്ലിമിന്റെ ബഹുവചനമാണ് മുസ്ലിമീൻ. മുസ്ലിമിന്റെ ബഹുവചനമാണ് മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ. എങ്ങനെ ഞങ്ങളിപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ഇസ്ലാംകാർ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പം പറയും 5 കാര്യം. ഈമാൻകാർ എന്താണെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ 6 കാര്യം പറയും അല്ലേ? ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയും, പക്ഷെ ഓർമ്മയിലേക്ക് വന്നില്ല. എന്താ കാരണം അറിയോ? ഇസ്ലാംകാരും ഈമാൻകാരും പഠിച്ച പോലെ നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടില്ല? ഈസാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എടുത്ത ദർസിൽ ഇത് 3 കൂടി എടുത്തത്. ഒറ്റ ദർസ 3. അതെ, 3-മത്തത് അങ്ങനെ പഠിക്കാതെ പോയത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. ഇത് കേട്ടില്ലേ? ഫഇന്നഹു യറാക. നീ അള്ളാഹനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു. അതാണെന്ത്? അപ്പൊ ഖുർആൻ ആർക്കാണ് ഹുദയും റഹ്മത്തും? ഇനി ഞാൻ നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നന്മ ചെയ്യാന്നുള്ളതിന് നമ്മൾ അറബിയിൽ ഹൈറ് ചെയ്യാന്നല്ല പറയാ, അല്ലേ? അല്ലേ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതിന് പറഞ്ഞ് ഉപയോഗിച്ച വാക്ക് ഹൈറ് എന്നാണോ? എന്താ? വബിൽ വാലിദൈനി. എന്തുകൊണ്ടാ? ആരും ബോധിപ്പിക്കാനല്ല. ഏട്ടൻ നോക്കാത്തിൽ 5 നോക്കാത്തിലൊന്നും നമുക്ക് പരാതി ഉണ്ടാവില്ല. വാപ്പാനും ഇമ്മാനും ഞാൻ നോക്കും, അതാണ് ഇഹ്സാൻ. ഒരാളും ബോധിപ്പിക്കാനല്ല, ഒരാളെ സപ്പോർട്ട് കിട്ടാനല്ല, ആരും ഇല്ലെങ്കിലും ഞാൻ ചെയ്യും, അതാണ് ഇഹ്സാൻ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഖൈർ എന്ന വാക്കല്ല ഉപയോഗിച്ചത്, ഇഹ്സാൻ ചെയ്യണമെന്ന് പറഞ്ഞത്. ആ ഇഹ്സാൻ അതാണ്. ആരും ബോധ്യപ്പെടുത്താനല്ല, ആരും കാണിക്കാനല്ല, റബ്ബ്, അതാണ് ഇഹ്സാൻ. ഞാൻ ഉദാഹരണം ഈ മുഹ്സിൻ ആരാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഖൈറിന് പകരം ഉപയോഗിച്ച വാക്ക് ഇഹ്സാൻ എന്നാണ്. മാതാപിതാക്കൾക്ക് ഖുർആൻ ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് എവിടെയും ആവർത്തിച്ച് ഖൈർ എന്ന വാക്കന്നെ ഉപയോഗിക്കാതെ മുഴുവൻ ഇഹ്സാൻ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് കണക്ക് പറയാൻ പാടില്ല. ഒരാഴ്ച ഞാൻ നോക്കിയില്ലേ, ഇനി ഒരാഴ്ച നോക്ക്, ഒരാഴ്ച എൻ്റെ കൂടെ ഇല്ലേ, ഒരാഴ്ച എൻ്റെ കൂടെ ഒക്കട്ടെ എന്ന് പറയാൻ പാടില്ല. മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിൽ ഇഹ്സാൻ ഉണ്ടായിരിക്കണം. കാരണം ഒരു വാപ്പയും കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ്, ഒരു ഉമ്മയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കാണ് മക്കൾ തമ്മിൽ വാപ്പാനും ഇമ്മാനും നോക്കുന്ന കാര്യത്തിലുള്ള തർക്കം. അള്ളാഹു നമുക്കാർക്കും അതിന് ഇടവരുത്താതിരിക്കട്ടെ. കാരണം എന്തുണ്ടെങ്കിലും ഈ ഭൂമി മുഴുവനും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പോലും ഒന്നുമില്ലാത്തവനെ പോലെ ആയി മാറും. ഒരു തെരുവിൽ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരാളെക്കാൾ നമുക്ക് അനുഭവപ്പെടും. എനിക്ക് കോടികളുള്ള ഒരു വാപ്പയാണ് ഞാനെങ്കിലും, എനിക്ക് കുറേ മക്കളുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു മകനോ മകളോ എന്നെ നോക്കുന്ന കാര്യത്തിൽ ഞാനൊരു അടങ്ങാറായിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ സംസാരം ഞാൻ കേട്ടുകഴിഞ്ഞാൽ, ഞാൻ കോടികളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ ഒന്നുമില്ലാത്ത ഏതോ ഒരു തെരുവിൽ ഒരാളുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരാളെപ്പോലെ ആയി മാറും. ഞാൻ അങ്ങനെ അനുഭവപ്പെടും, തോന്നും. അത് ഏത് വ്യക്തിക്കും തോന്നും. ഒരിക്കലും അത് കേൾക്കാൻ ഇടവരാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത് ഇഹ്സാൻ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അതാണ്. ബിൽവാലിദൈനി ഇഹ്സാൻ. അപ്പൊ മുസ്ലിമായ ആളുകൾക്ക് മാത്രമേ, കാരണം വേറെ ഒരു താല്പര്യങ്ങളുമില്ലാതെ അള്ളാഹുവിന് ആ രൂപത്തിലേക്ക് നന്മകൾ ചെയ്യുന്ന ആളുകൾക്കാണ് ഖുർആൻ എന്തായി മാറുക? ഹുദയും റഹ്മത്തുമായി മാറുക. അവരാണ് ആ മുഹ്സിനാണ് നിസ്കരിക്കേണ്ടത്. അല്ലദീന എന്ന് പറഞ്ഞാൽ അസ്മാഉൽ മൗസൂലാണ്. അല്ലദീന എന്ന് പറഞ്ഞാൽ അസ്മാഉൽ, അവരാണ് യുഖീമൂന സ്വലാ, നിസ്കാരം വയൂത്തൂന സക്കാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ അല്ലദീന പറയാതെ തന്നെ അവിടെ യുഖീമൂന സ്വലാ എന്ന് പറഞ്ഞൂടെ? എന്തിനാണ് ഈ അല്ലദീന എങ്ങോട്ട് ചേർത്തത്? മുഹ്സിനായ ഒരു മനുഷ്യൻ, അതായത് അള്ള കാണാൻ വേണ്ടി നിസ്കരിച്ചിട്ടേ കാര്യമുള്ളൂ, അള്ള കാണാൻ വേണ്ടി സക്കാത്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഈസാൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആരും കാണുന്നില്ലെങ്കിലും ആര് കാണുന്നു? അങ്ങനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. കണ്ട, വയൂത്തൂന സക്കാ. നമ്മളെന്താ പറയുക? നമ്മൾ
ഖുർആൻ വരെ നമ്മൾ പല രൂപത്തിലും ഖുർആൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ അർത്ഥം പഠിച്ചപ്പോഴൊക്കെ എന്താ അറിയോ, നമ്മളിങ്ങനെ ഒരു പ്രസംഗം കേൾക്കുന്നു, ആ പ്രസംഗത്തിൽ ആയത്തൊടുന്നു, അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകുന്നു എന്നതല്ലാതെ ആ ആയത്തിനെ എങ്ങനെയാണ് അള്ളാഹു ഖുർആനിൽ കൂട്ടി ഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഘടന പോലും പഠിക്കണം. ഒരു ഹറഫ് ഒഴിവാക്കാനില്ല, അതിൻ്റെ ഘടനകൾ പോലും പഠിക്കണം. അല്ലദീന കണ്ട അതിലേക്ക് ചേർത്തിട്ടാണ് അസ്മാഉൽ മൗസൂല എന്നാണ് ആ വാക്കിന് പറയാ. അല്ലദീ, അല്ലദാനി, അല്ലദീന എന്നൊക്കെ പറയും. അസ്മാഉൽ മൗസൂല അതൊക്കെ ചേർത്തിട്ടാണ് പറഞ്ഞത്. കാരണം മുസ്ലിമല്ലാത്ത ഒരാൾക്ക് നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടൊരു കാര്യമില്ല. ബാക്കി വഹും ബിൽ ആഖിറതിഹും, അല്ല അങ്ങനെയുള്ള മൂസിനല്ലേ ആഖിറത്തിൽ എത്തിയുണ്ടാവുള്ളൂ. ആഖിറത്തിൽ ആർക്കാ എത്തിയുണ്ടാകുക? മൂസിനായ ഒരാൾക്കാർ. കാരണം അയാൾ എന്തിനു വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക? ആഖിറത്തെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം, അവരാണ് അവരുടെ റബ്ബിൻ്റെ സന്മാർഗം പ്രാപിച്ച ആൾക്കാർ. അവരാണ് ഉലായിക ഹുമുൽ, അവരാണ് വിജയിച്ചവർ. നമ്മൾ പഠിക്കുന്ന സൂറത്തിൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഫ്ലിഹീങ്ങൾ ആരാന്നുള്ളതാണ്. അല്ല, ഈ ഈമാനിലേക്ക് നമ്മൾ എത്തണം. അതാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും സൂറത്തുൽ മുഅ്മിനൂനിലെ ഏതൊരായത്തും നമ്മുടെ ഈമാനിൻ്റെ കാമിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്, നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയം പറയാൻ പോണത്. ഇതിൻ്റെ ഗൗരവമൊക്കെ ചോർത്തിക്കളയുന്ന കാര്യമാണ്. അപ്രധാനമായ, ശ്രദ്ധിക്കണേ, അപ്രധാനമായ ഒരു കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ പ്രധാനപ്പെട്ടത് ഒന്നുമല്ലാതെയായിട്ട് മാറും. ഉറപ്പല്ലേ? ആണോ? അല്ല എങ്കിൽ ഖുർആൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന കാര്യം അന്നു മുതലേ സംഗീതവും മ്യൂസിക്കുമാണ്. സംഗീതവും മ്യൂസിക്കുമാണ്. അതിനെക്കുറിച്ചാണ് അടുത്ത ആയത്ത്. സംഗീതവും മ്യൂസിക്കും വിനോദ വാർത്തകളും വിലക്ക് വാങ്ങുക. അതിരുവിട്ട വിനോദം പാടില്ല. ഞാൻ ആയത്തിൻ്റെ ഡയറക്റ്റ് അർത്ഥം പറയാം, അങ്ങോട്ട് പറയാം. വമിനൻ നാസി, മനുഷ്യരിലുണ്ട് ചിലർ, മൻ യഷ്തരി, അവർ വില കൊടുത്ത് വാങ്ങും, ലഹുവൽ ഹദീസ്, വിനോദ വാർത്തകൾ. എന്താണ് അതിൻ്റെ കുഴപ്പം? അതിന് കുഴപ്പം എന്താ? കേൾക്കാനൊക്കെ ഒരു മ്യൂസിക്കൊക്കെ ഉപയോഗിച്ചൊരു പാട്ട് കേൾക്കാനൊക്കെ രസമാണ്. പക്ഷെ അതുകൊണ്ടുള്ള കുഴപ്പം എന്താ? വായിക്ക് ഇല്ല, യുദില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ വേണ്ടി നിസ്കാരം പോവും. കല്യാണം വിനോദാക്കി മാറ്റിയാൽ ആ കല്യാണപ്പരിയിൽ ആരും നിസ്കരിക്കൂലല്ലോ. കൃത്യമായിട്ട് നിസ്കരിക്കുന്നവർ വരെ ഒരു കല്യാണം നോക്കേണ്ടി, ഒരു ഓഡിറ്റോറിയ കല്യാണം നോക്കേണ്ടി. കൃത്യമായിട്ട് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ വരെ കല്യാണത്തിനൊന്നും നിസ്കരിക്കൂല. കല്യാണം വിനോദാക്കിയാലേ പ്രശ്നം. കല്യാണം വിനോദമാണ്. അതിങ്ങനെ പാട്ടും സംഗീതവും മ്യൂസിക്കും വരവും മറ്റേ സാധനം ഈ സാധനം കത്തിക്കലും പടക്കം പൊട്ടിക്കലും മറ്റേ ഈ വർണ്ണങ്ങൾ വിതറലും ഇതുമായിട്ട് ഒരു വിനോദാക്കി നോക്കി. നിങ്ങൾ നൂറും നിസ്കരിക്കില്ല, അസറും നിസ്കരിക്കില്ല. അന്ന് സാധാരണ നിസ്കരിക്കുന്നവർ വരെ രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാണ് ദിവസം, കല്യാണ ദിവസം. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാണ് ദിവസമാണ് പല കല്യാണ ദിവസവും. നോട്ട് ചെയ്തോളൂ ഞാൻ പറഞ്ഞ കാര്യം. എന്താ? ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് കഫറ. ആരായി? ളുഹർ ബാങ്ക് കൊടുത്തു, അസർ ബാങ്ക് കൊടുത്തു. അസറിന്റെ മുമ്പ് ളുഹർ നിസ്കരിച്ചിട്ടില്ല. ഓ രോഗിയല്ല, യാത്രക്കാരനുമല്ല. രോഗിക്കും യാത്രക്കാരൻ ജമ്മും കസറുമാക്കാം. ഇവനതൊന്നും പറ്റൂല. ഇതൊന്നും അല്ലാതെ ഉതിരില്ലാതെ നിസ്കാരം പോയി. അവൻ ആരായി? ഓട്ടോമാറ്റിക് ആരായി? കാഫിറായി. ഫഖദ് കഫറ ബൈനൽ കാഫിരി വൽ മുഅ്മിനി തർക്കുസ് സ്വലാ. നിസ്കാരം ഇട്ടത് കഫർ. രാവിലെ മുഅ്മിനായും വൈകുന്നേരം കാഫിറായി. അത് നമ്മളെ കല്യാണം, പല കല്യാണം അങ്ങനെ. രാവിലത്തെ മുഅ്മിൻ, വൈകുന്നേരത്തെ കാഫിറാണ്. വിനോദ വാർത്തകൾ. ഒരു ഗ്രൗണ്ടിലേക്ക് രാവിലെ ക്രിക്കറ്റ് കാണാൻ വേണ്ടി പോയി. എന്താ സംഭവിക്കുക? ക്രിക്കറ്റ് കാണുന്നത് തെറ്റൊന്നുമില്ല, കാണുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്തുണ്ട്? അത്രയും സമയം നമ്മൾ മാറ്റിവെച്ചു. പല പ്രധാനപ്പെട്ട പരിപാടികളും പോകും. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? നിസ്കാരം പോകും, ജമാഅത്ത് പോകും. ലിയുദില്ല അൻ സബീലില്ല. ഇതാ പ്രശ്നം. അള്ളാഹിൻ്റെ മാർഗത്തിലും തടയും വിനോദ വാർത്തകൾ. ഈ വിനോദ വാർത്തകളിൽ മുഫസ്സിറുകൾ പറയാൻ, തഫ്സീറിൽ കാണാം, എല്ലാ വിനോദത്തിൻ്റെ ഈ സംഗീതോപകരണങ്ങളൊക്കെയും, എല്ലാ സംഗീതോപകരണങ്ങളും ഇങ്ങനെ കൈ കൊട്ടിയിട്ട് പാട്ട് പാടാം. കല്യാണത്തിന് പാട്ട് പാടാം, കൈ കൊട്ടിയിട്ട് പാടാം. ദഫ് മുട്ടിയിട്ട് പാടാം, കൈ കൊട്ടിയിട്ട് പാട്ട് പാടാം. കല്യാണത്തിന് അന്നും പാടാം, തലേന്നൊക്കെ പാടാം, പാട്ട് പാടാം. പെണ്ണുങ്ങൾ പാടുകയാണെങ്കിൽ ആണുങ്ങൾ കേൾക്കാൻ സദസ്സിലുണ്ടാവരുത്. ആണുങ്ങൾ പാടുകയാണെങ്കിൽ ആ സദസ്സിൽ പെണ്ണുങ്ങൾ ഉണ്ടാകരുത്. പെണ്ണിൻ്റെ ശബ്ദം പുറത്തേക്ക് വരരുത്, കേൾക്കരുത്. ഇസ്ലാം പറഞ്ഞ പോലെ ആ രൂപത്തിലുള്ള പാട്ടുകളൊക്കെ ആവാം, പാടിയിട്ടുണ്ട് സാധ്യതകൾ. അതല്ലാത്ത എല്ലാ സംഗീത ഉപകരണങ്ങളും ഹറാമാണ്.
ബാക്കിയുള്ള സംഗീതകരണങ്ങൾ ഉപയോഗിച്ചുള്ള പാട്ടുകൾ മുഴുവൻ ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. വമിന الناس من يشتري لهو الحديث ليضل عن سبيل الله. കണ്ട, ബിഗൈരി ഇൽമിൻ, ഒരു അറിവും കൂടാതെ, അതിനെപ്പറ്റിയൊന്നും ധാരണയില്ല. അതുകൊണ്ടാണ് വയത്തഖിദഹ ഹുസ്വ, എന്നിട്ട് ഇതിനെ ഒരു പരിഹാസ്യമായി അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നല്ല ഇവർ ഗൗരവമില്ലാതെ അതൊന്നും ഒരു പ്രശ്നമുള്ളത് കാര്യമൊന്നുമല്ല എന്ന് നിസ്സാരമാക്കുകയും ചെയ്യുന്നു. ഉലൈക ലഹും അദാബും മുഹീൻ, അപമാനകരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. ചെറിയ കാര്യമല്ല, അപമാനകരമായ ശിക്ഷയുള്ളത്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ, ഇത് പ്രയോഗത്തിൽ വരുത്തലാണ്. അപ്പം നമ്മളൊക്കെ ഒരു സംഗീതത്തിനും മ്യൂസിക്കിൻ്റെ ലോകത്തെ ജീവിക്കണം. സംഗീതത്തിനും മ്യൂസിക്കിൻ്റെ ഒക്കെ ലോകത്തെ ജീവിക്കണത്. അപ്പോൾ ഞാൻ അണ്ണാനഗറിലെ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഞാൻ ആ കുട്ടീൻ്റെ ചെറിയൊരു ക്ലിപ്പ് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ ക്ലിപ്പിലുള്ള അത് എല്ലാവരുടെയും മനസ്സാണ്, നമ്മളൊക്കെ മനസ്സാണ്. യഹിയാ നബിയെ പോലെ ആകാൻ കഴിയുന്നില്ല, അയ്യൂബ് നബി ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ കഴിയുന്നില്ല, യൂനുസ് നബിയെ പോലെ തസ്ബീഹ് ചെല്ലാൻ കഴിയുന്നില്ല, ത്യാഗങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. എന്നാലും പടച്ചോനെ, എനിക്ക് നിന്നെ അങ്ങേയറ്റം ഇഷ്ടമാണ് പടച്ചോനെ, ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുമ്പോൾ പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞു വരും, എന്നെ കൈവിടരുത് പടച്ചോനെ, എന്നെ കൈവിട്ടാൽ താങ്ങാൻ കഴിയില്ല പടച്ചോനെ എന്നതൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് വെക്കാനും അത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്താ? നമ്മളെയൊക്കെ എല്ലാവരും ഉള്ളാണ് അല്ലേ? ഇങ്ങനെയാണ് മരിച്ചാൽ മതിയോ? ഇങ്ങനെ ആകാൻ കഴിയില്ല എന്ന് കരുതി മരിച്ചാൽ മതിയോ? പോരാ, നമുക്കൊരു മാറ്റം വരണം. അതിനെന്താ ചെയ്യേണ്ടി? അത് പ്രയോഗത്തിൽ വരുത്താൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത് പ്രയോഗത്തിൽ വരുത്താൻ എന്താണ് ആ പ്രയോഗത്തിൽ വരുത്താനുള്ള കാര്യം എന്ന് പറയുന്നത്? നമ്മൾ ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു ഖുർആൻ ഇട്ടില്ലേ, കേൾപ്പിച്ചില്ലേ? ഇപ്പം ഇതിനിടയ്ക്ക് ആയത്തുകൾ കേൾപ്പിക്കുന്നില്ലേ? അത് നിങ്ങൾ ഖുർആനൊന്ന് മറച്ചു വെച്ച് അതിലേക്ക് നോക്കി ആ ഓത്ത് കേൾക്കാൻ നമുക്കൊരു വല്ലാത്തൊരു ആകർഷണീയത ഉണ്ടോ? നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഒരു ഇഷ്ടം അതിനോട് തോന്നുന്നുണ്ടോ? ഉണ്ടോ? എങ്കിൽ അൽഹംദുലില്ലാ, ഈമാനുണ്ട്, ഈമാൻ്റെ അടയാളം. ആ ഖിറാഅത്ത് കേൾക്കാൻ ഒരു താല്പര്യം നിങ്ങളെ മനസ്സിലുണ്ടോ? അത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നിർത്തേണ്ടില്ല, ഒന്നും കൂടി കേൾക്കണമെന്ന് തോന്നിയോ? എങ്കിൽ നമുക്ക് ഈമാനുണ്ട്, ഒരു സംശയവും വേണ്ട, ഈമാനുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതൊന്നിങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ മതി. അതിങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ മറ്റേതങ്ങനെ പോയില്ലാതാവും. നമ്മൾ എപ്പോഴും ഖുർആൻ കേൾക്കുക, വറൈറ്റി ഖിറാഅത്തുകൾ കേൾക്കുക, നല്ല ഖിറാഅത്തുകളുണ്ട്, അത് കേൾക്കുക. എന്നിട്ട് ചിലതൊക്കെ ഓതുമ്പോൾ കരയും, കണ്ണു നിറയും, ഇടറും. ചില ആയത്ത് ആവർത്തിക്കുന്നത് കാണാം, കാര്യങ്ങൾ ചില ആയത്ത് ആവർത്തിക്കും. അപ്പോൾ ആവർത്തിക്കുമ്പോൾ ചിന്തിക്കുക, ഇതിലെന്തോ ഒരു നമ്മൾ ഈ ഇവിടെ തന്നെ കേട്ടപ്പോൾ ഈ ലാസ്റ്റ് ആയത്ത് 2 വട്ടം ഓതിയില്ലേ? വീട്ടിൽ ഞങ്ങൾ നമ്മൾ ഈ ആയത്തിട്ടപ്പോൾ 2 വട്ടം ഓതി ആയത്ത് അല്ലേ? നമ്മൾ അത് എന്തുകൊണ്ടാണ് ഓതി എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലത് അങ്ങനെ നമ്മൾ ആ ഒരു ലോകത്തേക്ക് ഒന്നും കിട്ടി മെയിൻറ്റ് തിരിച്ചാൽ മതി, ബാക്കി പോകും. ഒരു സംശയവും വേണ്ട, റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടാവും. ശരി, അപ്പം നമ്മൾ കേൾക്കാൻ മതി. പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം എന്നും കൂടി പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരി, ബാക്കി. എന്നാൽ വൈദ തുത്തില അലൈഹി ആയാത്തുന, എന്താ ഉണ്ടാകുന്നറിയാം? നമ്മൾ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ വല്ല മുസ്തക്ബിറൻ, അഹങ്കാരം നടിച്ച് തിരിഞ്ഞു പോകും പലരും. കാലം യസ്മ, കേൾക്കാത്ത പോലെ. കന്നഫി ഉദ്നൈഹു അക്റാർ, ചെവിയിൽ ഒരു അടപ്പുള്ളതുപോലെ. ബശ്ശിറുഹു അദാബിൻ, വേദനാജനകമായ ശിക്ഷ കൊണ്ടാണ് സന്തോഷ വാർത്ത അറിയിക്കുക. ഇതെന്താ നിങ്ങൾ 2 കൂട്ടം ആൾക്കാർ. ഒന്ന്, എന്ത് ഖുർആൻ ക്ലാസ്, എന്ത് ഖുർആൻ, അതൊക്കെ നവർമൈൻഡ് ആക്കുന്ന ആൾക്കാരുണ്ട്. വല്ല മുസ്തക്ബിറ, അത് കിബറാണ്, അഹങ്കാരാണ്. അതേ സമയത്ത് നമുക്ക് ഒരു ക്ലാസ് നഷ്ടപ്പെട്ടു പോയി, നമുക്കൊരു വേദന, പോകാൻ കഴിഞ്ഞില്ലല്ലോ പടച്ചോനെ, അത് നഷ്ടപ്പെട്ടല്ലോ എന്നൊരു വേദന, ആരും ഉള്ളിലൊരു വേദന നമുക്ക് തോന്നി, ഒരു പ്രയാസം തോന്നിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് വലിയ വിഷയമാണ്. നമുക്കങ്ങനെ തോന്നിയാൽ, പഠിക്കാൻ കഴിയില്ല പടച്ചോനെ, പോകാൻ കഴിയുന്നില്ല പടച്ചോനെ എന്ന് നമുക്ക് ഉള്ളിൽ തോന്നലുണ്ടായാൽ, അതല്ലാത്ത ഇതിനൊക്കെ അഹങ്കാരം നടിച്ച് തിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയാണ്. അപ്പം നമുക്ക് പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഖുർആനിനെ സ്നേഹിക്കാനും ഖുർആനിലേക്ക് വരാനും കഴിയും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം, തീർച്ചയായും വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത് സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലായിരിക്കും. ഖാലിദീന ഫിഹ, അവർ അതിലെന്നും നിത്യവാസികളായിരിക്കും. വഅദല്ലാഹി ഹഖ്ഖ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യം തന്നെയാണ്. വഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപശാലി യുക്തിമാനുമാണ്. ഖലഖസ് സമാവാതി. ഇനി ഇവിടെ ഒന്നും കൂടി ചിന്തിക്കട്ടെ, സബ്ജക്റ്റ് എന്താ? മഴയാണ് അല്ലേ? ആ മഴ നൽകുന്ന സന്ദേശം എന്താണെന്നാ? അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമാണ് രണ്ടാമത്തേത് അല്ലേ? അപ്പം നമ്മൾ തുടങ്ങിയപ്പം ഇത് കിതാബുൽ ഹക്കീമിലെ വചന എന്ന് പറഞ്ഞു അല്ലേ? ഇനി ഈ വിഷയം പറയാൻ പോകുമ്പോൾ നമ്മൾ പറയുന്ന വിഷയം പറയാൻ പോവാണ്. അത് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് അള്ളാഹു ഹക്കീമ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത്.
എന്താണ്? അള്ളാഹു ഹക്കീമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് പറയുന്നത്. നോക്കി, ഖലഖ സമാവാതി വൽ അർളി ബിഗൈരി അമദിൻ തറൗനഹ, കണ്ണുകൊണ്ട് കാണുന്ന തൂണുകളൊന്നും കൂടാതെ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു. എന്താ? എങ്ങനെ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തൂണുകളൊന്നും കൂടാതെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ എന്താണ് നമ്മൾ സയൻസിൽ എന്താ പഠിച്ചത്? അതായത് പിന്നെ ആകാശം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളൊക്കെ അല്ലെ, ഇതിന്റെ ഉള്ളിലാണ് അല്ലെ. ഇതിന്റെ ആവരണമാണെന്ത്? ആകാശം താഴെയുണ്ട്, മേലെ മാത്രമല്ല, ഇതിന്റെ ആവരണമാണ് ആകാശം അല്ലെ. എങ്കിൽ ഈ ഗോളങ്ങളെ അള്ള പറയാണ് തൂണുമലൊന്നും വെച്ചിട്ടില്ല, ഒരു തൂണുമൽ വെച്ചിട്ടില്ല, ഫില്ലറൊന്നുമില്ല, എന്നിട്ടും ഇത് നിൽക്കുകയാണ്. കണ്ണുകൊണ്ട് കാണുന്ന തൂണുകളൊന്നും കൂടാതെ തന്നെ. ഇത് 1447 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പറഞ്ഞ സംഗതിയാണ്. നമ്മൾ ആലോചിക്കണം, എന്താണ് പറഞ്ഞത്? കണ്ണുകൊണ്ട് കാണൂല എന്ന് പറഞ്ഞു നമ്മൾ മലയാളത്തിൽ പറ സൂക്ഷ്മമായ വസ്തുക്കൾ എന്നാണ്. കണ്ണുകൊണ്ട് കാണത്തല്ലേ. ഇത് നിൽക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ബാലൻസിങ് എങ്ങനെ? അത് എന്താ ഉണ്ടാക്കുന്നത്? ജിയോൺസ് എന്നാണ് അതിന് പറയുക. ജിയോൺസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കേണ്ടി. ജിയോൺസ് എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ കണികകൾ സൃഷ്ടിക്കുന്ന ആകർഷണ ശക്തിയാണ് ഇത് കൂട്ടിമുട്ടാതെ നിൽക്കുന്നത്. അതാണ് ഈ പറഞ്ഞ സംഗതി. ജിയോൺസിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇന്നത്തെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ജിയോൺസ് ആണ് ബിഗൈരി അമദിൻ തറൗനഹ, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മമായ കണികകൾ സൃഷ്ടിക്കുന്ന ആകർഷണ ശക്തിയാണെന്ത്? ഇത് പരസ്പരം കൂട്ടിമുട്ടാതെ നിലനിൽക്കുന്നത്. ബാക്കി വൽകാഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ഭൂമി ആടാതിരിക്കാൻ പർവ്വതങ്ങളെ നാട്ടി നിർത്തി. പിന്നെ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ, എല്ലാ വസ്തുക്കളെയും അതിൽ വ്യാപിപ്പിച്ചു. ദാബത്ത്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ, ആകാശത്ത് മഴ ഇറക്കി. ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, എല്ലാ ഉദാത്തമായ നല്ല ഇണവർഗ്ഗങ്ങളെയും ഉൽപ്പാദിപ്പിച്ചു. എന്താ? എന്തിനും വളർച്ച വേണമെങ്കിൽ ഇണകൾ ഉണ്ടായിരിക്കണം. ഒരു പപ്പായ ആണും പെണ്ണുണ്ട്, ചെടി തെങ്ങ് ആണും പെണ്ണുണ്ട്, എല്ലാം ഉണ്ട് ആണും പെണ്ണും. ഭൂമിയിൽ ഭൂമിയുടെ ഏത് ജീവജാലങ്ങൾ വർഗങ്ങൾ നിലക്കുള്ള ഇണകൾ എന്ന സംവിധാനം ഉണ്ടാവണം, അപ്പോൾ നിലക്കുള്ളൂ. കണ്ട, മഴയിലൂടെ അള്ളാഹു ഇതൊക്കെ മുളപ്പിച്ചു വെച്ചു എന്നാ പറയണത്. ഇനി അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം, ഹാദാ ഖൽഖുല്ലാഹ്, ഇതാണ് അള്ളാഹിന്റെ സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, എന്ന് എനിക്കൊന്ന് നിങ്ങൾ കാണിച്ചേരി. ഞാൻ എന്നെ കൂടാതെ ഉള്ള പറയാ, അള്ളാഹുവിനെ കൂടാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിച്ച വസ്തു എന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചേരിന്ന്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. മനുഷ്യനൊന്നും ഉണ്ടാക്കിയില്ല, കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഖാലിക്കാരാണ് അള്ളാഹു മാത്രം. അള്ളാഹ് പറയാണ്, ഞാനല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തി വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും എനിക്ക് കാണിച്ചു തരും. ഇത് വെല്ലുവിളിയാണ്. വലിൽ ളാലിമൂന ഫി ളലാലിൻ മുബീൻ, എന്നാൽ ളാലിമീങ്ങൾ അക്രമകാരികൾ വ്യക്തമായ വഴികേടിലാണ്. വളരെ വളരെ ചെറിയ രൂപത്തിൽ വളരെ ലളിതമായി അല്ലാഹു തആല വലിയ ഒരു ആശയത്തെ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തരാണ്. ശരി, അപ്പോൾ എന്താ ബോധ്യപ്പെട്ടത്? ഇതിൽ നിന്ന് കിട്ടിയ ഹിക്മത്ത് എന്താ? ഇതിൻ്റെയൊക്കെ കൂടെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിൽ എന്താ? ഏറ്റവും നിസ്സാരനായ സൃഷ്ടി നമ്മളാണ് അഹങ്കരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടി വൈഭവത്തിൽ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടി മനുഷ്യനാണ്. ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടി. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്നതിലൂടെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അതിനെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ, നമ്മൾ ഈ കാണുന്ന ഈ തൊലി കൊണ്ട് മറച്ചു വെച്ചതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളുടെ ഓരോ ഘടനയും, ഈ കൈയിൻ്റെ പത്തിക്ക് മാത്രമുള്ള അള്ളാഹു വെച്ചിട്ടുള്ള ഓരോ ചലനത്തിലും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, ഒരു ടെക്നോളജിക്കും ഉണ്ടാക്കാൻ പറ്റാത്ത, ചെയ്യാൻ കഴിയാത്ത സൃഷ്ടിപ്പ്, അത്ഭുതകരമായ സൃഷ്ടിപ്പ് ഓരോന്നും. ഇത് ശരിക്കും നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടി മനുഷ്യനാണ്. എന്നാൽ ഏറ്റവും നിസ്സാരനാരാ? മനുഷ്യനാണ്. ഏതുപോലെ? ഒരു മൺപാത്രം പോലെ. ഒരു മൺപാത്രം, ഒരു സ്റ്റീൽ പാത്രം നിലത്തിട്ടാൽ ഇട്ടിട്ടെന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കി ശബ്ദം ഉണ്ടാക്കിയിട്ട് അതങ്ങോട്ട് പോകും, ഒന്ന് ചതുങ്ങേ ചെയ്യുള്ളൂ അല്ലേ? എങ്കിലൊരു മൺപാത്രം നിലത്തിട്ടാൽ അത് പെട്ടെന്ന് പൊട്ടും. ഇതുപോലെ മനുഷ്യൻ്റെ കഥ കഴിയും.
അത്ഭുതകരമായ സൃഷ്ടിയാണ്, പക്ഷെ നിസ്സാരനാണ്. ഈ നിസ്സാരനാണ് എന്ന അറിവിൽ നിന്ന്, തിരിച്ചറിവിൽ നിന്ന് നമ്മൾ പറയുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. അള്ളാഹുവെ, നീയാണ് ഏറ്റവും വലിയവൻ, മഹത്വമുള്ളവൻ. റബ്ബേ, അത് പറയാൻ കഴിയണം. ഞാൻ ഏറ്റവും നിസ്സാരനാണ് പടച്ചവനെ, എനിക്ക് നീ നൽകിയതെല്ലാം ഏറ്റവും നിസ്സാരമായതിന് പടച്ചവനെ, എല്ലാം ഏത് സമയത്തും എൻ്റെ കൈവിട്ടു പോകാൻ പടച്ചവനെ. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഈമാനുണ്ടാകും, തവക്കുലുണ്ടാകും, മുഅ്മിനായിട്ട് ജീവിക്കാൻ കഴിയും. ആ ഒരു തിരിച്ചറിവിൽ ജീവിക്കുന്നതിനിടക്ക് മരിച്ചാൽ നമുക്ക് ആരായിട്ട് മരിക്കാം? മുഅ്മിനായിട്ട് മരിക്കാം. അതാണ് ഈ പഠനത്തിൻ്റെ പിന്നിലുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർ അള്ളാഹു അവർക്ക് രോഗശമനം പ്രദാനം ചെയ്യട്ടെ. ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാ ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ നമ്മുടെ ഫഹദ് സാഹിബിൻ്റെ പിതാവ് ഇന്ന് രാവിലെ സുബഹിക്ക് ശേഷം മരണപ്പെട്ടു കോഴിക്കോട്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പദവി അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവടത്തിലും ബിസിനസ്സിലും എല്ലാം അള്ളാഹു തആല നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആരോഗ്യത്തിലും അള്ളാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനുള്ള ഈ നല്ലൊരു മനസ്സ് അള്ളാഹു നിർത്തി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.